എല്ലാവർക്കും മിസ്റ്റർ നന്ദുടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5Gയുടെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഏതാ എന്ന് അടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ മൊബൈൽ വന്നിരിക്കുന്നത് പോക്കോയുടെ X7 Pro എന്ന് പറഞ്ഞ മൊബൈലാണ്. 30,000 രൂപേൻ്റെ താഴെ വരുന്ന 2026 ഫെബ്രുവരി 26 റിലീസ് ചെയ്യുന്ന മൊബൈലാണ്. OnePlus Nord 4 5G ഫ്യൂച്ചർ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 പ്രോസസ്സറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇൻഫിനിക്സ് GT 13 Pro എന്ന് പറഞ്ഞ മൊബൈൽ. ഇനി അടുത്തത് റെഡ്മി നോട്ട് 13 Pro പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോട്ടറോളയുടെ എഡ്ജ് 16 5G 16 ആണെന്നാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. എനിക്ക് ഡൗട്ട് തോന്നാത്ത ഈ കൂട്ടത്തിൽ റെഡ്മിയും അതേപോലെ തന്നെ മോട്ടറോളേനെയും എന്തിനാണ് എടുത്തിട്ടതെന്ന് എനിക്കറിയാത്തത്. കാരണം ചിലപ്പോൾ ഒന്നായിരിക്കാം, സ്നാപ്ഡ്രാഗൻ്റെ പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. മോട്ടറോളയുടെ എല്ലാം സർവീസ് ഇന്ത്യയിൽ കുറച്ച് മോശം അഭിപ്രായമാണ് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നത്, അതായത് കസ്റ്റമർ പറയുന്നത് കേൾക്കുന്നത്. OnePlusഉം പോക്കോയിലും കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം.